ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആഘോഷമാവുകയാണ്. മലയാളികളുടെ സ്വന്തം അഭിമാന താരം സഞ്ജു സാംസന്റെ സാന്നിധ്യം ടൂർണമെന്റിന് മാറ്റുകൂട്ടുന്നു. എന്നാൽ അതിലേറെ കൗതുകകരമായ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. സഞ്ജുവിന്റെ സഹോദരൻ സാലി സാംസണും ഈ സീസണിൽ ഒരേ ടീമിൽ കളത്തിലിറങ്ങുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയാണ് സാംസൺ സഹോദരന്മാർ ഇത്തവണ കൈകോർക്കുന്നത്. കഴിഞ്ഞ ലേലത്തിൽ 26.8 ലക്ഷം രൂപയെന്ന റെക്കോർഡ് തുകയ്ക്കാണ് സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത്. ഇത് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. പിന്നാലെ 75,000 രൂപയ്ക്ക് സാലിയെയും അവർ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചു. അടുത്ത മാസം 21-നാണ് KCL രണ്ടാം സീസണിന് തുടക്കമാകുന്നത്. ഒരു പ്രൊഫഷണൽ ടൂർണമെന്റിൽ സഞ്ജുവിനൊപ്പം കളിക്കാൻ സാധിക്കുന്നതിന്റെ ആവേശത്തിലാണ് സാലി. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പുതിയ സീസണിനെ കുറിച്ചും സഹോദരൻ സഞ്ജുവിനെ കുറിച്ചുമുള്ള തന്റെ സന്തോഷവും പങ്കുവച്ചു. ഏറെക്കാലത്തിന് ശേഷം അനുജൻ സഞ്ജു സാംസണിനോടൊപ്പം കളിക്കാൻ പോകുന്നതിൽ ഞാൻ ആവേശത്തിലാണ്. സഞ്ജുവിനൊപ്പം വീണ്ടും കളിക്കുന്നത് ഏറെ സന്തോഷവും നൽകുന്നു. ഞങ്ങൾ ഒരുപാട് കാലമായി ഇങ്ങനെ ഒരുമിച്ച് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സീസണിനായി കാത്തിരിക്കുകയാണ് എന്നും സാലി സാംസൺ പറഞ്ഞു. സഞ്ജു സാംസൺ എന്ന പേര് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വികാരമാണ്. ഇന്ത്യൻ കുപ്പായത്തിലും വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിലും തന്റെ മാന്ത്രിക പ്രകടനങ്ങളിലൂടെ സഞ്ജു ഇതിനോടകം തന്നെ മികവ് തെളിയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിൽ IPL-ൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച സഞ്ജു ടീമിനെ ഫൈനൽ വരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃപാടവവും വിക്കറ്റ് കീപ്പിംഗ് മികവും അനായാസേന റൺസ് നേടാനുള്ള കഴിവും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ സാലിയും മോശക്കാരനല്ല. കരിയറിന്റെ തുടക്കകാലത്ത് വലിയ പ്രതീക്ഷകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ജൂനിയർ ക്രിക്കറ്റിൽ കേരളത്തിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് സാലി. ഭാവിയിൽ കേരള ക്രിക്കറ്റിന്റെ ഒരു പ്രധാന താരമായി അദ്ദേഹം വളരുമെന്ന് പലരും പ്രവചിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി വില്ലനായെത്തിയ പരിക്ക് സാലിയുടെ കരിയറിനെ കാര്യമായി ബാധിച്ചു. ഈ പരിക്ക് കാരണം 4 വർഷത്തോളം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു. കായിക താരങ്ങളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഇടവേള അവരുടെ കരിയറിനെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നാൽ ക്രിക്കറ്റിനോടുള്ള സാലിയുടെ പാഷനും അർപ്പണബോധവും അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് സാലി ക്രിക്കറ്റിലേക്ക് ശക്തമായൊരു രണ്ടാം വരവ് നടത്തി. അദ്ദേഹത്തിന്റെ ഈ മടങ്ങി വരവിനെയും പോരാട്ട വീര്യത്തെയും കേരളത്തിലെ ക്രിക്കറ്റ് സമൂഹം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നത് അസാധാരണമായ കാര്യമാണ്. മാനസികമായും ശാരീരികമായും അതിന് വലിയ കഠിനാധ്വാനം ആവശ്യമാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം സാലിയുടെ നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ട ഒന്നാണ്. ഏറെ വെല്ലുവിളികൾ നേരിട്ട സമയത്തും തളരാതെ പൊരുതി മുന്നോട്ട് വന്ന തന്റെ ചേട്ടനെ കുറിച്ച് സഞ്ജു പലപ്പോഴായി പരാമർശിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ പിന്തുണയും പരസ്പരമുള്ള സ്നേഹബന്ധവും അവരെ പോലുള്ള താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. നിലവിൽ ക്രിക്കറ്റ് എന്നതിലുപരി AG ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് സാലി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന നേട്ടമാണ്. ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പരിക്കിനെ തോൽപ്പിച്ച് നടത്തിയ മടങ്ങിവരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവയെ ജീവിതത്തിന്റെ ഭാഗമായി മാത്രമേ താൻ കാണുന്നുള്ളൂവെന്നായിരുന്നു സാലി സാംസന്റെ മറുപടി. ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ അവയെല്ലാം കരുതുന്നുള്ളൂ. പല കാര്യങ്ങളും സംഭവിക്കാം, പക്ഷെ അവയൊന്നും എന്നെ അത്ര ബാധിക്കാറില്ല. ഞാൻ തിരിച്ചുവരവ് നടത്തിയെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്രിക്കറ്റ് മാത്രമാണ്. സാധ്യമാവുന്ന രീതിയിൽ ഞാൻ അവയെ ആസ്വദിക്കുകയാണെന്നും സാലി വിശദമാക്കി. ഈ വാക്കുകൾ സാലിയുടെ പക്വതയും ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ നല്ല കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നുണ്ട്. പ്രതിസന്ധികളെ അദ്ദേഹം വെല്ലുവിളികളായി കാണാതെ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഭാഗമായി ഉൾക്കൊള്ളുന്നുണ്ട്. സഞ്ജുവിന്റെ മത്സരവേദികളിൽ ഒന്നും സാലിയെയും കുടുംബാംഗങ്ങളെയും ഒന്നും പൊതുവെ കാണാറില്ല. ഇത് പലപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുമുണ്ട്. എന്നാൽ തങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും പിന്തുണയുമാണ് എല്ലായ്പ്പോഴും ഉള്ളതെന്ന് സാലി വെളിപ്പെടുത്തി. ആന്തരികമായി ഞങ്ങൾക്കിടയിൽ നല്ല അടുപ്പമാണുള്ളത്. ഞാനും സഞ്ജുവും അങ്ങനെ തന്നെയാണ്. പുറമേക്ക് പ്രത്യേകിച്ചും ഒന്നുമില്ല. നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ് ചെയ്യാറുള്ളതെന്നും സാലി കൂട്ടിച്ചേർത്തു. പൊതുവേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും ഈ സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാതെ പരസ്പരം താങ്ങും തണലുമാകുന്നു എന്നതാണ് ഇവരുടെ ബന്ധത്തിന്റെ പ്രത്യേകത. ഒരാളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും മറ്റൊരാൾ ഒപ്പമുണ്ട് എന്ന തോന്നൽ ഇവർക്ക് പരസ്പരം കരുത്ത് പകരുന്നുമുണ്ട്. KCL-ൽ സഞ്ജുവും സാലിയും ഒരേ ടീമിൽ കളിക്കുന്നത് കേരള ക്രിക്കറ്റിന് ഒരു പുതിയ ഉണർവ് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സഹോദരന്മാർ ഒരുമിച്ച് കളിക്കളത്തിൽ മാന്ത്രിക നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഇവർ എന്ത് തരം പ്രകടനമാണ് പുറത്തെടുക്കുന്നതെന്ന് കണ്ടറിയാം. സഞ്ജുവിന്റെ അനുഭവ സമ്പത്തും സാലിയുടെ പോരാട്ട വീര്യവും ഒരുമിക്കുമ്പോൾ ടീമിന് അതൊരു മുതൽക്കൂട്ടാകുമെന്നത് തീർച്ചയാണ്. KCL രണ്ടാം സീസൺ ക്രിക്കറ്റ് പ്രേമികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി മാറുമെന്നതിൽ സംശയമില്ല.